നമസ്കാരം. ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അജിൽ കുമാർ, മുൻ GST അസിസ്റ്റന്റ് കമ്മീഷണർ. ഇന്നത്തെ സെഷൻ GSTയിൽ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫോം GSTR 1A എന്ന അഡീഷണൽ ഫെസിലിറ്റിയെ സംബന്ധിച്ചുള്ളതാണ്. ഇത് GSTR 1 ഫയൽ ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണെന്നത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഒരാൾ ഫയൽ ചെയ്യുന്ന തന്മാസത്തെ GSTR 1ൽ വിട്ടുപോയ ഇൻവോയ്സുകൾ ഡിക്ലെയർ ചെയ്യുന്നതിനും GSTR 1ൽ ഡിക്ലെയർ ചെയ്ത ഇൻവോയ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനും ആ മാസത്തെ GSTR 3B ഫയൽ ചെയ്യുന്നതുവരെ ലഭിക്കുന്ന ഒരു സൗകര്യമാണ് ഫോം GSTR 1A വഴി ഒരു അഡീഷണൽ ഫെസിലിറ്റിയായി നോട്ടിഫിക്കേഷൻ 12/2024 വഴി ലഭിച്ചിട്ടുള്ളത്. 10/7/2017 പുറപ്പെടുവിച്ച ഈ നോട്ടിഫിക്കേഷൻ GSTയിലെ 2024 വർഷത്തെ ആദ്യത്തെ റൂൾ അമെൻമെൻ്റാണ്. ഈ നോട്ടിഫിക്കേഷൻ വഴി ഏതാണ്ട് 25 റൂളുകളും ഏതാനും ഫോമുകളും അമെൻഡ് ചെയ്യപ്പെടുകയും ചില ഫോമുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയുമുണ്ടായി. ഇതിൽ റൂൾ 59 അമെൻഡ് ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ഫോം GSTR 1A എന്ന സ്പെഷ്യൽ ഫെസിലിറ്റിയാണ് ഇന്നത്തെ വിശകലന വിഷയം. റൂൾ 59ൻ്റെ സബ് റൂൾ 1ൽ ഒരു പ്രൊവിസോ കൂട്ടിച്ചേർത്തുകൊണ്ട് GSTR 1A ഉൾപ്പെടുത്തിയപ്പോൾ സബ് റൂൾ 4ൽ ഭേദഗതി വരുത്തിക്കൊണ്ട് മറ്റൊരു പ്രധാന മാറ്റവും വരുത്തുകയുണ്ടായി. ഇത് ഇന്നത്തെ വിശകലന വിഷയമല്ലെങ്കിൽ കൂടി നമുക്ക് അതുകൂടി ഡിസ്കസ് ചെയ്ത് കടന്നു പോകാം. റൂൾ 59ൻ്റെ സബ് റൂൾ 4 പ്രകാരം ഒരു സംസ്ഥാനത്തിലെ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ മറ്റൊരു സംസ്ഥാനത്തിലെ അൺരജിസ്റ്റേർഡ് പേഴ്സണ് നടത്തുന്ന സപ്ലൈകളിൽ സപ്ലൈയുടെ മൂല്യം 2.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന സപ്ലൈയുടെ ഇൻവോയ്സുകളുടെ ഡീറ്റെയിൽസ് GSTR 1ൽ പ്രത്യേകം കാണിക്കണമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള 2.5 ലക്ഷം എന്നത് ഈ നോട്ടിഫിക്കേഷനിലെ അമെൻമെൻറ്റ് വഴി 1 ലക്ഷമായി കുറച്ചിട്ടുണ്ട്. ഇത് പ്രകാരം 2024 ഓഗസ്റ്റ് 1 മുതൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് നടക്കുന്ന സപ്ലൈകളിൽ 1 ലക്ഷത്തിൽ കൂടുതൽ തുക വരുന്ന ഇൻവോയ്സുകളുടെ വിവരം സപ്ലയർ GSTR 1ൽ പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ റൂൾ 59ൽ 4A എന്ന സബ് റൂൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഫോം GSTR 1Aയിൽ നൽകുവാൻ സാധിക്കുന്നതായ അഡീഷണൽ ഇൻവോയ്സുകളെ സംബന്ധിച്ചും അമെൻമെൻറ്റുകളെ സംബന്ധിച്ചുമുള്ള വിശദീകരണവും നൽകുകയുണ്ടായി. ഇനി GSTR 1A എന്ന അഡീഷണൽ ഫെസിലിറ്റിയെ സംബന്ധിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒരു മാസത്തെ അല്ലെങ്കിൽ ക്വാർട്ടറിലെ GSTR 1ൽ നൽകാൻ വിട്ടുപോയിട്ടുള്ള ഇൻവോയ്സ്, നൽകിയ ഇൻവോയ്സുകളിലെ വിവരങ്ങളിൽ വരുത്തേണ്ട അമെൻമെൻറ്റുകൾ എന്നിവ GSTR 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അഡീഷണൽ ഇൻഫർമേഷനായി നൽകുന്നതിനുള്ള ഒരു സംവിധാനമാണ് GSTR 1A. ഈ സംവിധാനം ക്വാർട്ടേർലിയായി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ക്വാർട്ടറിലെ ആദ്യ 2 മാസങ്ങളിൽ IFF വഴി ഫയൽ ചെയ്യുന്ന ഇൻവോയ്സുകൾക്കും ബാധകമാണ്. ഫോം GSTR 1A എന്നത് എല്ലാവരും നിർബന്ധമായും ഫയൽ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, മറിച്ച് ഓപ്ഷണലാണ്. ഏതെങ്കിലും ഇൻവോയ്സ് GSTR 1ൽ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ GSTR 1ൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഇൻവോയ്സിൽ അമെൻമെൻറ്റ് ആവശ്യമുണ്ടെങ്കിലോ മാത്രം ടാക്സ് പേയറുടെ താൽപ്പര്യപ്രകാരം ഫയൽ ചെയ്യേണ്ട ഒന്നാണ് GSTR 1A. ഇതിന് ലേറ്റ് ഫീ ബാധകവുമല്ല. ഇനി എപ്പോഴാണ് കോമൺ പോർട്ടലിൽ GSTR 1A ഫയൽ ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം.
ഒരു ടാക്സ് പേയർക്ക് അയാളുടെ GSTR-1 ഫയൽ ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റ് യഥാർത്ഥത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ദിവസം എന്നിവയിൽ രണ്ടാമത് വരുന്ന തീയതി മുതൽ ആ മാസത്തെ GSTR-3B ഫയൽ ചെയ്യുന്ന തീയതി വരെയുള്ള സമയമാണ് ഫോം GSTR-1A ഫയൽ ചെയ്യുന്നതിനുള്ള അവസരം പോർട്ടലിൽ ലഭിക്കുന്നത്. ക്വാർട്ടേർലി റിട്ടേൺ ഫയലിംഗ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ക്വാർട്ടേർലി GSTR-1 ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്, ഫയൽ ചെയ്ത തീയതി ഇവയിൽ രണ്ടാമത് വരുന്നത് ഏതാണോ ആ തീയതി മുതൽ ആ ക്വാർട്ടറിലെ GSTR-3B ഫയൽ ചെയ്യുന്ന തീയതി വരെയുള്ള സമയമായിരിക്കും GSTR-1A ഫയൽ ചെയ്യുന്നതിനുള്ള അവസരം പോർട്ടലിൽ ലഭിക്കുന്നത്. ഓരോ മാസവും GSTR-1Aയിൽ ഡിക്ലെയർ ചെയ്യുന്ന വിവരങ്ങൾ GSTR-1ൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വിവരങ്ങളോടൊപ്പം GSTR-3Bയിൽ ഓട്ടോ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. നേരത്തെ GSTR-1ൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് GSTR-3Bയിലേക്ക് ഓട്ടോ ജനറേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. ക്വാർട്ടേർലി ഫയലിംഗ് അഥവാ QRMP സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ GSTR-1Aയിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വിവരം നേരത്തെ ഫയൽ ചെയ്തിട്ടുള്ള GSTR-1 ക്വാർട്ടറിലെ ആദ്യത്തെ മാസത്തെയും രണ്ടാമത്തെ മാസത്തെയും IFF വഴി ഡിക്ലെയർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ എന്നിവയോടൊപ്പം GSTR-3Bയിൽ ഓട്ടോ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. മറ്റൊരു കാര്യം, GSTR-1 വഴി ഫയൽ ചെയ്ത ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് GSTR-1A വഴി അമെൻമെൻറ്റ് നടത്തുമ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ GSTIN ചേഞ്ച് ചെയ്യുന്നത് അനുവദിക്കുന്നതല്ല. ഇനി GSTR-1A GSTR-2Bയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ രൂപീകൃതമാകുന്ന GSTR-2Bയിൽ GSTR-1ൽ ഒരു സപ്ലയർ അപ്ലോഡ് ചെയ്യുന്ന ഇൻവോയ്സുകൾ മാത്രമാണ് ഓട്ടോ ജനറേറ്റ് ചെയ്ത് എത്തിച്ചേരുന്നത്. എന്നാൽ ഇനി മുതൽ GSTR-1Aയിൽ ഡിക്ലെയർ ചെയ്യുന്ന സപ്ലൈകളും അമെൻമെൻറ്റുകളും കൂടി GSTR-2Bയിലേക്ക് ഓട്ടോ ജനറേറ്റ് ചെയ്ത് എത്തിച്ചേരുന്നതാണ്. എന്നിരുന്നാലും GSTR-1A വഴി ഡിക്ലെയർ ചെയ്യുന്നതോ അമെൻഡ് ചെയ്യുന്നതോ ആയ സപ്ലൈകൾ തൊട്ടടുത്ത മാസം ഓപ്പണാകുന്ന GSTR-2Bയിൽ മാത്രമേ റെസിപ്പിയൻറ്റിന് ലഭ്യമാവുകയുള്ളൂ. സാധാരണയായി ഒരു മാസത്തെ GSTR-1മായി ബന്ധപ്പെട്ട GSTR-2B ഓപ്പണാകുന്നത് തൊട്ടടുത്ത മാസം 14-ാം തീയതിയാണ്. GSTR-1A വഴി ഡിക്ലെയർ ചെയ്യുന്ന സപ്ലൈകളും അമെൻമെൻറ്റുകളും അത് കഴിഞ്ഞുള്ള മാസത്തെ 14-ാം തീയതി ഓപ്പണാകുന്ന GSTR-2Bയിൽ മാത്രമേ റെസിപ്പിയൻറ്റിന് ലഭ്യമാവുകയുള്ളൂ. ഉദാഹരണമായി, ഒരു സപ്ലയർ 2024 ജൂലൈ മാസം INV-1 എന്ന ഇൻവോയ്സും INV-2 എന്ന ഇൻവോയ്സും ഇഷ്യൂ ചെയ്യുകയും INV-1 എന്ന ഇൻവോയ്സ് 2024 ഓഗസ്റ്റ് 9 GSTR-1 വഴിയും INV-2 എന്ന ഇൻവോയ്സ് ഓഗസ്റ്റ് മാസം 15 GSTR-1A വഴിയും ഫർണിഷ് ചെയ്താൽ INV-1 ഓഗസ്റ്റ് മാസം 14 റെസിപ്പിയൻറ്റിൻ്റെ ഫോം GSTR-2Bയിലേക്ക് ഓട്ടോ ജനറേറ്റ് ചെയ്ത് എത്തിച്ചേരുമെങ്കിലും INV-2 GSTR-1A വഴി അപ്ലോഡ് ചെയ്തതായതിനാൽ സെപ്റ്റംബർ മാസം 14-ാം തീയതി മാത്രമേ റെസിപ്പിയൻറ്റിൻ്റെ GSTR-2Bയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് പരിശോധിക്കാം. ഒരു സപ്ലയർ INV-3, INV-4 എന്നീ ഇൻവോയ്സുകൾ 2024 ജൂലൈ മാസം ഇഷ്യൂ ചെയ്യുകയും INV-3 എന്ന ഇൻവോയ്സ് 2024 ഓഗസ്റ്റ് 15 GSTR-1 വഴിയും INV-4 എന്ന ഇൻവോയ്സ് GSTR-1A വഴി 2024 ഓഗസ്റ്റ് 16 ഫർണിഷ് ചെയ്തു. ഇവിടെ INV-3, INV-4 ഈ രണ്ട് ഇൻവോയ്സുകളും റെസിപ്പിയൻറ്റിൻ്റെ GSTR-2Bയിൽ ലഭ്യമാകുന്നത് സെപ്റ്റംബർ 14 ഓപ്പണാകുന്ന GSTR-2B വഴി മാത്രമായിരിക്കും.
ഇതിന് കാരണം GSTR 1 ഫയൽ ചെയ്തിരിക്കുന്നത് 15-ാം തീയതിയാണ്, ഓഗസ്റ്റ് 15. ഇതിനകം ആ മാസത്തെ GSTR 2B ഓപ്പണായി കഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ ഇൻവോയ്സിന് ആ GSTR 2Bയിലേക്ക് ഓട്ടോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് GSTR 1A വഴിയായതുകൊണ്ട് അത് അടുത്ത മാസത്തെ GSTR 2Bയിലൂടെ മാത്രമേ റെസിപ്പിയൻറ്റിന് ലഭ്യമാവുകയുള്ളൂ. ഈ കാരണത്താൽ ഈ രണ്ട് ഇൻവോയ്സുകളും റെസിപ്പിയൻറ്റിന് ലഭ്യമാകുന്നത് രണ്ടാമത്തെ മാസത്തെ GSTR 2B വഴി ആയിരിക്കും. ഇനി GSTR 1Aയിലെ ടേബിളുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഫോം GSTRൻ്റെ ഫോർമാറ്റ്. ഇതിൽ ടേബിൾ 4A, ടേബിൾ 4B, ടേബിൾ 5, ടേബിൾ 6, ടേബിൾ 9B എന്നിവ നടപ്പ് ടാക്സ് പീരീഡിൽ GSTR 1ൽ ഡിക്ലെയർ ചെയ്യുവാൻ വിട്ടുപോയിട്ടുള്ള ഇൻവോയ്സുകളോ മറ്റ് ഡോക്യുമെൻറ്റുകളോ ഡിക്ലെയർ ചെയ്യാനുള്ളതാണ്. 4Aയിൽ റിവേഴ്സ് ചാർജ് അട്രാക്റ്റ് ചെയ്യുന്ന ഇൻവേർഡ് സപ്ലൈ ഒഴികെയുള്ള ടാക്സബിളായ ഔട്ട്വേർഡ് സപ്ലൈയും 4Bയിൽ RCM അട്രാക്റ്റ് ചെയ്യുന്ന സപ്ലൈകളും ടേബിൾ 5ൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ ഇൻവോയ്സ് വാല്യൂ വരുന്ന മറ്റ് സ്റ്റേറ്റുകളിലുള്ള അൺരജിസ്റ്റേർഡ് പേഴ്സൺസിനുള്ള ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈകളും ടേബിൾ 6ൽ 0 റേറ്റഡ് സപ്ലൈകളും ഡീംഡ് എക്സ്പോർട്ടുകളും കാണിക്കുമ്പോൾ ടേബിൾ 9ൽ കറണ്ട് ടാക്സ് പീരീഡിലെ GSTR 1ൽ നൽകിയിട്ടുള്ള ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈയിൽ ടേബിൾ 4, ടേബിൾ 5, ടേബിൾ 6 എന്നിവയിലെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എന്നിവ ഉൾപ്പെടെയുള്ള അമെൻമെൻറ്റുമാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ടേബിൾ 7ൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇൻവോയ്സുകളിലോ മറ്റ് ഡോക്യുമെൻറ്റുകളിലോ അധികമായി നൽകുവാനുള്ള വിവരങ്ങൾ നൽകേണ്ടതാണ്. ഇതിൽ പ്ലേസ് ഓഫ് സപ്ലൈയും റേറ്റ് ഓഫ് ടാക്സും ഓൾറെഡി നൽകിയിട്ടുണ്ടെങ്കിൽ പുതിയ റേറ്റ് ഓഫ് ടാക്സ് ഈ ടേബിളിൽ കാണിക്കുക സാധ്യമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ടേബിൾ 10 ഉപയോഗിക്കാവുന്നതാണ്. ടേബിൾ 8ൽ GSTR 1ൽ വിട്ടുപോയിട്ടുള്ള നിൽ റേറ്റഡ്, എക്സംപ്റ്റഡ്, നോൺ GST സപ്ലൈകൾ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. ടേബിൾ 10ൽ ടേബിൾ 7ൽ നൽകാൻ സാധിക്കാത്ത അമെൻമെൻറ്റ് വിവരങ്ങൾ കാണിക്കാവുന്നതാണ്. ടേബിൾ 11ൽ കറണ്ട് ടാക്സ് പീരീഡിലെ GSTR 1ൽ കാണിക്കുവാൻ വിട്ടുപോയ അഡ്വാൻസ് റിസീവ്ഡ്, അഡ്വാൻസ് അഡ്ജസ്റ്റഡ് എന്നീ ഡാറ്റകൾ കാണിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഫയൽ ചെയ്ത GSTR 1ൽ പ്ലേസ് ഓഫ് സപ്ലൈ, റേറ്റ് ഓഫ് ടാക്സ് എന്നിവ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ റേറ്റ് ടേബിൾ 11ലെ 11A, 11A1, 11A2, 11B1, 11B2 എന്നിവയിൽ കാണിക്കുക സാധ്യമല്ല. ഇത്തരം സാഹചര്യത്തിൽ ടാക്സ് പേയർക്ക് ടേബിൾ 11(2) ഉപയോഗിക്കാവുന്നതാണ്. ടേബിൾ 12 GSTR 1Aയിൽ റിപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ ഡോക്യുമെൻറ്റും അമെൻമെൻറ്റും അനുസരിച്ചുള്ള HSN ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ടേബിളാണ്. ടേബിൾ 13ൽ അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് കാണിക്കാവുന്നതാണ്. ടേബിൾ 14 അഡീഷണൽ ഡീറ്റെയിൽസ് ഓഫ് സപ്ലൈസ് ത്രൂ ECO, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി സപ്ലൈ നടത്തുന്ന ആളുകൾക്ക് GSTR 1A ഉപയോഗിച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുന്നതിന് ഈ ടേബിൾ ഉപയോഗിക്കാവുന്നതാണ്. ടേബിൾ 15
സെക്ഷൻ 9(5) പ്രകാരം ടാക്സ് അടയ്ക്കുന്നതിന് ബാധ്യതയുള്ള ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് GSTR 1A പ്രകാരം ഡിക്ലെയർ ചെയ്യുന്ന ഡോക്യുമെൻസും അമെൻമെൻറ്റുകളും ഡിക്ലെയർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടേബിളാണ് ഇത്. ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ 12/24 വഴി ഒരു അഡീഷണൽ ഫെസിലിറ്റിയായി കോമൺ പോർട്ടലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോം GSTR 1A എന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. നിരന്തരമായി റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്ന GST പോർട്ടലിൽ ലഭ്യമാകുന്ന ഈ സൗകര്യം എല്ലാവർക്കും ഉപയോഗിക്കുവാനുള്ള ഒരു മാർഗദർശിയായിരിക്കും ഈ സെഷൻ എന്ന വിശ്വാസത്തോടെ ഈ സെഷൻ ഇവിടെ പൂർത്തിയാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.